ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും കണ്ടെത്തുകയാണ് SITയുടെ ലക്ഷ്യം. അതിനുവേണ്ടി SIT ഇപ്പോൾ നടത്തുന്ന നടപടിക്രമങ്ങൾ അത് അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള നടപടികളാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതായത് SIT എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് ഇപ്പൊ അവര് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതായത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഇതായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരും കൂടി ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇമ്മീഡിയറ്റ് ആരാണെന്നുള്ളതല്ല, ഇഫ് ദാറ്റ് വുഡ് ഹാവ് ആഡഡ് മോർ ബെനിഫിറ്റ്സ് ഫോർ ദം. കാരണം പ്രാക്ടിക്കൽ നോളജും തിയറിറ്റിക്കലും ഓൾവേസ് ഡിഫേഴ്സ് ഫ്രം വൺ ടു ഈച്ച് അതർ. അപ്പൊ എസ്പെഷ്യലി അമാൽഗമേഷൻ, ഇപ്പൊ ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ തിയറി ക്യാൻ വർക്ക് ഔട്ട് ദർ ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ തിയറി, പ്യുവർ തിയറിറ്റിക്കൽ ആയിട്ട് പോകുന്നൊരു സംഭവം. ബട്ട് വേറെ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ നോളജിലൂടെ പോകുന്ന സംഭവമാണ്. അപ്പൊ പ്രാക്ടിക്കൽ നോളജ് ഉള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അതായത് ഇപ്പോൾ ഈ ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗമാണ് SITക്കൊപ്പം ഉള്ളത്. 2 ദിവസമായിട്ട് അവിടെ സാമ്പിൾ ശേഖരണം നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ലീഗൽ മെട്രോളജിയുടെ ഒപ്പം താങ്കളെപ്പോലെ അമാൽഗമേഷൻ വൈദഗ്ധ്യമുള്ള ആളുകളും കൂടി വേണമായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഞാനൊന്നല്ല, ഇറ്റ് ക്യാൻ ബി എനിബഡി ഹു ഹാസ് ഗോട്ട് എ പ്രാക്ടിക്കൽ നോളജ് ഇൻ ടു ദാറ്റ്. പിന്നെ മെട്രോളജി ക്യാൻ അസസ് ഓൺലി ദ വെയിറ്റ് ഓർ വോള്യൂം, അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ദേ ക്യാൻ ത്രോ ലൈറ്റ് ഓൺ ദാറ്റ്. അവർക്ക് അതിലൊരു വെളിച്ചം നൽകാൻ പറ്റും. അതേസമയം ഈ അമാൽഗമേഷൻ പ്രോസസ്സിലാണ്, അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പ്രാക്ടിക്കൽ നോളജ് ക്യാൻ ഗിവ് മോർ ലൈറ്റ്സ് ഓൺ ടു ഇറ്റ്. അപ്പോൾ അവരുടെ ഗവേഷണത്തിന് ഒന്നും കൂടി നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് കിട്ടും. അഡ്വൈസ് എടുക്കുന്നതിൽ തെറ്റില്ലല്ലോ, ഇറ്റ്സ് നോട്ട് എ കമ്മിറ്റ്മെന്റ്. മനസ്സിലായി? അത് പ്രോപ്പർ വഴിയായിരുന്നേനെ. പിന്നെ ഈ ഡേറ്റിംഗ് പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ പഴയതാണെന്ന് അറിയാൻ പറ്റും. ഡേറ്റിംഗ് ഓൾസോ ക്യാൻ ബി, അതിന് തിയറിറ്റിക്കൽ പറ്റും. മനസ്സിലായല്ലോ? പ്രാക്ടിക്കൽ നോളജിന്റെ അതിന്റെ ആവശ്യമില്ല. പിന്നെ പ്രാക്ടിക്കൽ നോളജ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഴയതും പുതിയതും തമ്മിലുള്ള ചെയ്യാനായിട്ട് എത്ര ടൈം വേണ്ടി വരും, അല്ലെങ്കിൽ അത് പുതിയതാണോ, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ചോദ്യത്തിന് വി ക്യാൻ ത്രോ ലൈറ്റ്സ്. അവർ പീപ്പിൾ ലൈക്ക് അസ് പ്രാക്ടിക്കൽ നോളജിലുള്ളവർക്ക് വി ക്യാൻ ത്രോ ലൈറ്റ്സ് ഓൺ. ഓക്കെ. ശബരിമല സ്വർണ്ണക്കൊള്ളയില് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിലെ പാളികളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നു. ഞാൻ അറിഞ്ഞത് കട്ടിലപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകള്, ഇതിൽ നിന്നൊക്കെയാണ് ഈ 2 ദിവസമായിട്ട്, ഇന്നലെയും ഇന്നുമായിട്ട്, അല്പസമയം മുമ്പാണ് അതൊക്കെ പൂർത്തിയാക്കിയത്, സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിജയമല്യ ഭാഗ്യ 30 കിലോ, ഈ 30 കിലോയിൽ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കേട്ടിട്ടുള്ളത് 15 കിലോയോളം മേൽക്കൂരയിലാണ് അല്ലെ? മേൽക്കൂരയുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് അവിടെയും ഒരു പരിശോധന വേണ്ടതല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ശബരിമലയിൽ അവിടെ നിന്ന് സാമ്പിൾ ശേഖരിക്കണ്ടേ? അതേക്കുറിച്ച് കേട്ടതേയില്ല. തീർച്ചയായിട്ടും അതൊരു പോയിന്റാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മേലിലെ റാൻഡം ആയിട്ടുള്ള ടൈൽസുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത്. താഴികക്കുടം അഴിച്ചു മാറ്റിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ താഴികക്കുടവും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നിന്നും ശേഖരണം, ഈ സാമ്പിൾ ശേഖരണവും നടത്തേണ്ട ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. പ്ലസ് എല്ലാ പോർഷനും എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ദ റൂഫ്, ചരിത്രം, മുഖപ്പില് അകത്ത് വരച്ചിരിക്കുന്ന ഈ പുലിവാഹനത്തിൽ പോകുന്നതായിട്ടുള്ള മറ്റേ അയ്യപ്പന്റെ ഒരു രൂപം, അത് ഉൾപ്പെടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാത്തിനും എടുക്കേണ്ടതാണ്. എടുത്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ആൻഡ് ദേ ഹാവ് ടു ഓപ്പൺലി ഡിക്ലെയർ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് അവർ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ദേ ആർ സപ്പോസ് ടു ഓപ്പൺലി സേ ഇറ്റ്. അപ്പൊ അത് കുറേം കൂടി ഹെൽപ്ഫുൾ ആയിട്ട് മാറും. പക്ഷെ എന്നാലും വാട്ട് എവർ ഇറ്റ് ഇസ്, എന്റെ ഒരു അകമഴിഞ്ഞൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അമാൽഗമേഷൻ ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ നോളജ് ഹൂവർ ഇറ്റ് മേ ബി, ഒരു നോളജ് ഉള്ള ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു, ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ, എന്താ അവർക്ക് കുറേം കൂടി ഒരു നോളജ് അതിൻ്റെ അകത്ത് കിട്ടിയാണ്. കാരണം ഈ പ്രാക്ടിക്കൽ തിയറിറ്റിക്കലായിട്ട് ഗോൾഡ് പ്ലേറ്റിംഗിൽ ഡെഫിനറ്റ്ലി തിയറിറ്റിക്കലായിട്ട് പോകും. കാരണം ഇത്ര പ്രോസസ്, ഇത്ര മൈക്രോൺസ് ഇത്ര കയറ്റിയാലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഹയർ ലോവർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് ആയി. മനസ്സിലായല്ലേ? വേറെ ട്രഡീഷണൽ അങ്ങനെയല്ല, എവിടെയൊക്കെയാണോ അതനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്.